നമുക്ക് ഇന്ന് ചെറിയൊരു ഇൻട്രാക്ഷൻ വീഡിയോ ആണ്. അതായത് ഞങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇപ്പം ഭയങ്കരമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ സൂയിസൈഡൊക്കെ കൂടി പോകുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായി. അപ്പം നമുക്ക് അതിനെക്കുറിച്ചുള്ള ഒരു കാര്യം പറയാം. അപ്പോൾ നമ്മൾ ഇന്ന് എനിക്കൊരു ട്രെയിനിങ് ഉണ്ടായിരുന്നു. ആ ട്രെയിനിങ് അതായത് ഈ മാനസികാരോഗ്യത്തിന് തന്നെ, അതായത് സൂയിസൈഡിനെ കുറിച്ചുള്ള തന്നെ ഒരു ട്രെയിനിങ് ആയിരുന്നു. അപ്പോൾ അതിനകത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഫാമിലി ഇഷ്യൂസാണ് ഒരു 90% സൂയിസൈഡിന് കാരണം. അതുപോലെ തന്നെ അനീഷയുടെ പറഞ്ഞത് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം നമുക്കതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അനീഷയുടെ അഭിപ്രായത്തിൽ ഫാമിലി ഇഷ്യൂവിൽ എന്തൊക്കെ കാരണം, ഫാമിലി റിലേറ്റഡ് പ്രോബ്ലംസ് കാരണം? നമ്മൾ പരസ്പരം ആരും കേൾക്കേണ്ട സമയമല്ലല്ലോ, ഫാമിലി ടൈം കൊടുക്കാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത്. ഇപ്പം എല്ലാവരും ജോലിയുടെയും കാശിൻ്റെയും പുറകെ, കാശ് വേണം എന്നുള്ളത് വളരെ ഒരു പോയിന്റ് ആയിട്ടുള്ള കാര്യം തന്നെ. പക്ഷേ എന്നിരുന്നാലും ഫാമിലിക്ക് നമ്മൾ ടൈം കൊടുക്കാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത്. ഇപ്പോൾ അതുമായിട്ട് പരസ്പരം ഇപ്പോൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ തമ്മിലുള്ള ഒരു എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ തീരുമാനം എടുക്കുന്നതിന് പകരം ബാക്കിയുള്ള പുറത്തുനിന്നുള്ള ഒരാൾക്കാരെ ഉൾപ്പെടുത്തി അതൊരു വലിയ ഒരു ഇപ്പോൾ എനിക്കായാലും അല്ലെങ്കിൽ നിനക്കായാലും നമ്മുടെ മനസ്സിനെ അത് തകർക്കുന്ന രീതിയിലായിരിക്കും മറ്റുള്ളവരുടെ ബാധ്യത ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അവർ ഒറ്റപ്പെടലോട്ട് പോവും, അല്ലെങ്കിൽ അവരെ കേൾക്കാൻ ആളില്ല, അല്ലെങ്കിൽ അവർ പറയുന്ന ശരിയായിരിക്കും, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ കേൾക്കാതിരിക്കുമ്പോൾ ഒക്കെ വരുമ്പോൾ അവർ തകർന്നു പോകും. അത് തകർന്ന് ആരും കേൾക്കാനില്ലാതെ അത് കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങളിലോട്ട് കുറേയൊക്കെ പോകുന്നത്. അപ്പോൾ ഇപ്പം അത് ആൾക്കാർ ഷെയർ ചെയ്യുന്നില്ല എന്നാണ് ഇന്നത്തെ ട്രെയിനിങ്ങിന് പറഞ്ഞത്. അതായത് നമ്മളിപ്പോൾ ഫാമിലി ഇഷ്യൂ ആയതുകൊണ്ട് തന്നെ അത് മറ്റുള്ളവരോട് നമ്മൾ ഷെയർ ചെയ്യുന്നത്, അതായത് നമ്മുടെ വീട്ടിലെ കാര്യം മറ്റുള്ളവരോട് പറയണ്ടെന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ എക്സാക്ട് പ്രോബ്ലം എന്താണെന്ന് അവർ ഷെയർ ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പം കുഞ്ഞ് പറയണ എന്താണ്, നമ്മളിപ്പോൾ മറ്റുള്ളവരോട് പറഞ്ഞില്ലെങ്കിലും വീട്ടിൽ തന്നെ അതിനുള്ള പ്രശ്നം സോൾവ് പറഞ്ഞാലേ ആ പ്രശ്നത്തിന് ഒരു ഇതുണ്ടാവുള്ളൂ. അല്ലാതെ ഇപ്പോൾ മറ്റുള്ളവരുടെ അടുത്ത് അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് ഡിസ്കസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ ഫാമിലി റിലേറ്റഡ് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് ഫാമിലി തന്നെ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ രണ്ടുപേരുടെ ഇടയിൽ തന്നെ എന്ത് ചെയ്യണം, അത് നിൽക്കണം. അത് നിന്നിട്ട് അത് പരസ്പരം പറയാനും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ കേൾക്കാനും ടൈം കൊടുക്കണം. അപ്പൊ അതേപോലെ തന്നെ പൂരകമായിട്ടുള്ളൊരു കാര്യമാണല്ലോ അങ്ങനെയാണെങ്കിൽ ഡൈവോഴ്സ് ഒക്കെ കൂടി വരാണല്ലോ. അപ്പൊ നമ്മൾ തന്നെ നമ്മളെ നോക്കി കഴിയുമ്പോൾ ഓക്കെ നമുക്കറിയാമല്ലോ ഇപ്പൊ ഡൈവോഴ്സ് ഒക്കെ കൂടി വരുന്നത്. അപ്പോഴും ഈ പറഞ്ഞ പോലെ ഒരു അതും ഈ പ്രശ്നം, അതായത് ഇപ്പൊ ഇത് ഒരു ചെറിയൊരു പ്രശ്നം ഇപ്പൊ തുടങ്ങിയാലും അതിൽ വീട്ടുകാർ ഇടപെട്ട് അത് ഭയങ്കരമായിട്ട് വലുതാക്കും അല്ലേ. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് അവരുടെ ഇടയിൽ എന്നുള്ള പ്രശ്നം എന്നുള്ളത് ആരും കേൾക്കുന്നില്ല. വീട്ടുകാരിപ്പം വീട്ടുകാർ ഇടപെട്ടില്ല, നമ്മൾ ഓരോ മീൻസ് ഹൂആർ ദ പാർട്ട്നേഴ്സ് അവർ തന്നെ സോൾവ് ചെയ്യുന്ന വെച്ചോ, അവർക്ക് പറ്റുന്നില്ല. അപ്പം അതിന് അതായത് പിന്നെ ഇപ്പോൾ ഒരു ഫാമിലി ലൈഫിൽ, അതായത് ഫാമിലി ഇഷ്യൂ വരണമെങ്കിൽ നമ്മുടെ ഫാമിലി ഇഷ്യൂ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം നോക്കണമല്ലോ. അപ്പം ഫാമിലി ഇഷ്യൂ ഇല്ലാത്ത അതിന് റിലേറ്റഡ് ആയിട്ട് സൂയിസൈഡ് അതിപ്പോ ഈ പറഞ്ഞ ഇപ്പൊ ഫാമിലി റിലേറ്റഡ് ആയിട്ട് വരുമ്പോ ഈ രണ്ടുപേരുടെ ഇടയിൽ മൂന്നാമതൊരാള് കടന്നു വരുമ്പോഴാണ് ഈ പ്രശ്നം സ്റ്റാർട്ട് ചെയ്യുന്നതല്ലേ. അങ്ങനെ ഒരു ചെറിയ പ്രശ്നം സ്റ്റാർട്ട് ചെയ്താണ് വലിയൊരു പ്രശ്നത്തിലോട്ട് പോവുകയും ഈ ആ ഒരു എന്താണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ്, അതായത് മൂന്നാമതൊരാളെ നമ്മൾ അതായത് ആരാണെങ്കിലും ഇൻട്രോ ചെയ്യിക്കാണ്ടിരിക്കണമെങ്കിൽ രണ്ടുപേരും തുല്യമായ ഉത്തരവാദിത്വമാണ്. അത് രണ്ടുപേരും പാലിക്കേണ്ട കാര്യം. അതിപ്പോ ഫാമിലി ലൈഫിൽ നമ്മള് ഫാമിലി ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിനാണല്ലോ നമ്മൾ ഫാമിലി ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ പലരും ലിവിങ് ടുഗദറായിട്ടും പല രീതിക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോ ഒരു കുടുംബജീവിതം അല്ലെങ്കിൽ ഫാമിലി ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നമ്മുടെ ഇടയിൽ, അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആരായാലും അവരുടെ ഇടയിൽ മൂന്നാമതൊരാൾ വരാൻ പാടില്ല. അതിപ്പോ ആരുടെ രൂപത്തിലായാലും, ഇപ്പൊ സഹോദരങ്ങളുടെ രൂപത്തിലായാലും അല്ലാന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിന്റെ രൂപത്തിലായാലും എന്തായാലും അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിക്ക് സമയം കൊടുക്കാതെ, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ പാർട്ണർ ചിലപ്പോൾ എന്തെങ്കിലും ചെറിയൊരു നമുക്കിഷ്ടമില്ലാത്ത കാര്യം പറയുകയും, അല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പിൽ ചിലപ്പോൾ മറ്റുള്ളവർ അവർ പറയുന്നത് ശരിയാണെന്ന് നമുക്ക് തോന്നുകയും അവർ പറയുന്നതാണ് ശരിയെന്ന് വിചാരിച്ച് അവർ പറയുന്ന വാക്കുകൾ കേൾക്കുകയും അവരുടെ അടുത്തൊരു സോഫ്റ്റ് കോർണർ ആകുമ്പോഴാണ് ആ പ്രശ്നം വരുന്നത്. അപ്പോൾ ഇപ്പൊ ഈ ഒരു പോയിന്റ് ഞാൻ വേറൊരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇപ്പം നമ്മൾ മൂന്നാമതൊരാൾ വരിക എന്നൊരു പറഞ്ഞു. നമ്മൾ ഇപ്പൊ അവിടെ വരുന്ന ഒരു പ്രശ്നം ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മോസ്റ്റ് പ്രോബബ്ലി ഫാമിലി ഇഷ്യൂ എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റേ ആൾ നമ്മൾ കൺസേൺ ചെയ്യുന്നതിനകത്തായിരിക്കാം, പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിന്റെ ഭയങ്കരമായിട്ടുള്ള ഉപദ്രവം, അല്ലെങ്കിൽ വൈഫിന്റെ ഉപദ്രവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സൈക്കോളജിക്കലി ആയാലും മെന്റലി ആയിട്ടാണെങ്കിലും ഇമോഷണലി ആയിട്ടാണെങ്കിലും നമ്മൾ ഭയങ്കര ടാർഗറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ടാണ് അതിൻ്റെ ഒരു സെക്കൻഡറി ആയിട്ടാണ് സൂയിസൈഡിലേക്ക് പോകുന്നത്.
അപ്പം അങ്ങനെ ഒരു വരുമ്പോഴേക്കും ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ മൂന്നാമതൊരാളെ എൻട്രി എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ആ മൂന്നാമതൊരാളെ എൻട്രി ചെയ്യാതിരിക്കാൻ വേണ്ടി ഇപ്പം ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും മറ്റേ ആളും ചോദിക്കാതെ തന്നെ ഇന്നയാൾ ചോദിച്ചാൽ ചെയ്യണം. അതായത് ഈ പറഞ്ഞതുപോലെ വേറൊരാൾ വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ രണ്ടുപേരും അതായത് രണ്ടുപേരും അതിന് കുറച്ച് കഷ്ടപ്പെടണം മീൻസ് കഷ്ടപ്പെടണമെന്നല്ല, അത് രണ്ടുപേരും മനസ്സിലാക്കി ഒരുപോലെ നീക്കണം. അല്ലാണ്ട് ഒരാൾ മാത്രം ഫുൾ 100% ഇട്ടിട്ട് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ അഭിനയിച്ചിട്ട് വേറെ വഴിക്ക് പോയി കഴിഞ്ഞാൽ അത് ഒരു കാര്യമുണ്ട്. ഇപ്പം പറഞ്ഞു വന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാള് നമ്മുടെ ലൈഫിൽ ഒരാൾ ഫുൾ കൊടുക്കും, അയാൾക്ക് വേണ്ടിയിട്ട് മറ്റേ ആൾ ടൈം കണ്ടെത്തുന്നില്ല. അതായത് ഏറ്റവും കൂടുതൽ ഫാമിലി വേണ്ട ഒരു സാധനമാണ് സമയം, പിന്നെ കൺസേൺ. ഈ രണ്ടും ചെയ്യാതെ നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ മറ്റേ ആൾ എന്ത് പറ്റും, അയാൾ ഇപ്പം എന്തൊരു കാര്യമാണെങ്കിലും അയാൾ ഒറ്റപ്പെട്ടു പോകുക. അതായത് ഒരാൾ അയാളെ കൺസേൺ ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ അയാൾ ഒറ്റപ്പെട്ടു പോവുകയാണ്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എന്തായാലും മൂന്നാമതൊരാളുടെ എൻട്രി നമ്മൾ പോലും പ്രതീക്ഷിക്കുക. ഓൾറെഡി ഇപ്പോൾ സോഷ്യൽ മീഡിയയും നമ്മൾ ഓൾറെഡി ഫോണൊക്കെ ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്ന സാഹചര്യം ആകുമ്പോൾ അതിനുള്ള സാഹചര്യം കൂടുതലാണ്. അപ്പം അതിന് നമുക്ക് എങ്ങനെ, അതായത് ആദ്യം അവിടെ തൊട്ടാണ് നമ്മൾ, അതായത് അതിന്റെ ഏതൊരു കാര്യത്തിനും റൂട്ട് കോസ് കണ്ടുപിടിക്കുന്നത്. ആ റൂട്ട് കോസ് കണ്ടുപിടിച്ച് ആ റൂട്ട് കോസ് എല്ലാവരും പരസ്പരം ഓപ്പൺ ആയിരിക്കണം. എന്തോ അതായത് ഒരു ഒളിമറ ഉണ്ടായിരിക്കാൻ പാടില്ല. അപ്പൊ അതിന് ഏറ്റവും വലിയ നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി ടൈം ആണല്ലേ. ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യം. അപ്പൊ പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഇപ്പൊ നമ്മൾ രണ്ടുപേരും പറഞ്ഞു വന്നപ്പോൾ എന്താണ്, നമുക്ക് ഫാമിലി ടൈം എന്നുള്ള സംഭവം ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഇപ്പം ഹസ്ബൻഡിനും വൈഫിനും ഷെയർ ചെയ്യാനും മക്കളുടെ കാര്യങ്ങളാണ് നമ്മൾ ഷെയർ ചെയ്യാനൊരു ടൈം കൊടുക്കണം. അതായത് ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റും, രണ്ടുപേരും രണ്ട് ടൈമിലാണ് ജോലിക്ക് വരുന്നെങ്കിൽ എന്തോ പറ്റും. അല്ല ഇപ്പൊ അങ്ങനെ ഇരുന്നാലും ഇപ്പൊ എബ്രോഡ് ജോലി ചെയ്യുന്നവരുണ്ട്, മിലിറ്ററിയിൽ ജോലി ചെയ്യുന്നവരുണ്ട്. അപ്പൊ അതിനെങ്ങനെ സമയം കണ്ടെത്തുന്ന പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഒരു ദിവസം 1 മണിക്കൂറായിരിക്കും ചിലപ്പോൾ ഫ്രീ ടൈം കിട്ടുന്നത്. ഇപ്പൊ ലോങ് ടൈം, അതായത് ദൂരെ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും ജസ്റ്റ് വീഡിയോ കോൾ വിളിച്ച് ഒരു മണിക്കൂർ സംസാരിക്കേണ്ട ഒരു ടൈം കണ്ടെത്തണം. അല്ലാണ്ട് ഇപ്പൊ നമ്മളിപ്പോ അടുത്തിരുന്നു എന്നത് മാത്രമല്ല അല്ലേ. അപ്പൊ ആ രീതിക്കായാലും ഒരു 1 അവർ സംസാരിക്കേണ്ട സമയം കണ്ടെത്തിയിട്ട് പരസ്പരം സംസാരിക്കുക. അന്നത്തെ ദിവസത്തെ കാര്യങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പുറത്ത് ഇപ്പോൾ രണ്ടുപേരും 2 സ്ഥലത്തായിരിക്കും, വേറെ ആരെങ്കിലും ബിഹേവ് ചെയ്തോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ആരെങ്കിലും ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യണം. അങ്ങനെ എല്ലാ കാര്യവും ഡിസ്കസ് ചെയ്തിട്ട് ഒരാൾക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യണം. അത് ഫാമിലി ടൈം കണ്ടെത്തുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ ഫാമിലി ഒരു വീട്ടിൽ ഒരുമിച്ചിരിക്കണമെന്നല്ല, ചിലപ്പോൾ ഇരിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട്. ഇപ്പൊ വിദേശത്ത് ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ അവരൊക്കെ നമുക്ക് ടൈം കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രധാനം. അതായത് ഒരാളെ കേട്ടിരിക്കുക, അതിപ്പോ ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും ഒരാളെ കേട്ടിരിക്കാൻ വേണ്ടിയുള്ള ഒരു മനസ്സ് കാണിച്ചു കഴിഞ്ഞാൽ അതും ഒരു ഫാമിലി ടൈമാണ്. ആ ടൈമിൽ നമ്മളെല്ലാം ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അതിൽ വിഷമങ്ങൾ ഉണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ ഇനി ഫിനാൻഷ്യൽ കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ ഫാമിലി എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ എപ്പോഴും സ്നേഹം മാത്രമൊന്നുമല്ല, ഇപ്പോൾ അതിൽ ഫിനാൻഷ്യൽ കാര്യം നോക്കണം, ഇനി മക്കളുണ്ടെങ്കിൽ മക്കളുടെ വിദ്യാഭ്യാസ കാര്യം നോക്കണം, ഇനിയിപ്പോൾ വയസ്സായ അമ്മമാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ അമ്മയും പപ്പയും അവരുടെ ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ, എല്ലാ കാര്യവും ഡിസ്കസ് ചെയ്യുമ്പോഴാണ് ഒരു ഫാമിലി എന്നുള്ളത്. അപ്പോൾ അതാണ് ഒരു ഫാമിലി ടൈം. ഇനി അതുപോലെ തന്നെ ഇപ്പൊ വിദേശത്തല്ല അല്ലെന്നുണ്ടെങ്കിൽ ദൂരമല്ല, ലോങ് ഡിസ്റ്റൻസ് റിലേഷൻ അല്ല, ഇപ്പൊ വീട്ടിലുണ്ടെങ്കിൽ തന്നെ ഇപ്പൊ ജോലി കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് ഇപ്പൊ ഫുഡ് കഴിക്കുന്ന സമയം ഒരു മാക്സിമം ഒരു 30 മിനിറ്റ്സ് ആ ഡൈനിങ്ങിൽ ഇരുന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പറ്റും. അപ്പൊ അത് ഫാമിലി ടൈം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻസ് ആണ്. ഇപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പം കൂടുതലും ഇൻലോസിന്റെ പ്രശ്നം, ഇപ്പം ഈ പറഞ്ഞ പോലെ അബ്രോഡ് ഹസ്ബൻഡ് ആണ് ഇരിക്കുന്ന സമയത്ത് ഇൻലോസിന്റെ കൂടെ ആയിരിക്കും, അല്ലെങ്കിൽ ഇൻലോസിന്റെ എന്തെങ്കിലും, അതായത് ഇപ്പൊ ഇൻലോസ് ഉദ്ദേശിക്കുന്ന ഹസ്ബൻഡിന്റെ അച്ഛനും അമ്മയും നമ്മളെ ഇപ്പം മോനെ വിളിച്ചിട്ട് പറയും, മോനെ അവൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ വൈഫ് അമ്മ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ ഹസ്ബൻഡിന്റെ സൈഡിൽ നിന്നുള്ള റെസ്പോൺസ് എങ്ങനെയായിരിക്കണം? അല്ല നമ്മളിപ്പോ അതാണ് പറഞ്ഞത്, അതേപോലെ കേൾക്കുക എന്ന് പറയുമ്പോൾ ഒരാളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാൽ അത് എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കാതെ, അല്ലാന്നുണ്ടെങ്കിൽ അതിന് ശരിയും തെറ്റും മനസ്സിലാക്കാൻ ആദ്യം നമ്മൾ പഠിക്കണം അല്ലേ. അല്ലാണ്ട് ഇപ്പൊ എന്നെ കുറിച്ച് വേറൊരാള് അല്ലെന്നുണ്ടെങ്കിൽ നിന്നെ കുറിച്ച് വേറൊരാളുടെ അടുത്ത് ഞാൻ പറയുകയാണ്, അല്ലെങ്കിൽ എന്റെ അമ്മയോട് പറയണം, അല്ലെങ്കിൽ എന്റെ അമ്മയോട് പറയണം. അപ്പൊ അങ്ങനെ പറഞ്ഞാൽ അത് അവരുടെ സൈഡാണല്ലേ, അതായത് അവരുടെ കാഴ്ചപ്പാടാണ് അവർ പറയുന്നത്. അപ്പൊ നമ്മുടെ പാർട്ട്ണറെ നമ്മൾ ആദ്യം ഫസ്റ്റ് മനസ്സിലാക്കുക പരസ്പരം. അതായത് എന്റെ കുറവെന്താണ്, അല്ലെന്നുണ്ടെങ്കിൽ നിന്റെ കുറവെന്താണ്, നിന്റെ സന്തോഷം എന്താണ്, എന്റെ സന്തോഷം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പറയുന്ന അഭിപ്രായങ്ങൾ പലതും പറയും. ഇപ്പൊ ഫാമിലിയിൽ ഇപ്പൊ ചിലപ്പോ സഹോദരങ്ങൾ പറയും, അല്ലെങ്കിൽ അച്ഛൻ പറയും, അമ്മ പറയും. ഇവര് അവരുടേതായ ഒരു രീതിയിൽ അവരുടെ അഭിപ്രായം പറയണം. അവർ പണ്ടത്തെ ആൾക്കാർ, അല്ലെങ്കിൽ അവര് വന്ന സാഹചര്യമല്ല എന്നുള്ളത്. അപ്പൊ നമ്മുടെ സാഹചര്യം എന്താണെന്നും അത് ഫസ്റ്റ് നമ്മളത് ആദ്യം എന്ത് ചെയ്യണം, നമ്മൾ ഒരുമിച്ചിരുന്ന് സംസാരിച്ചിട്ട്
ഇപ്പൊ സംസാരിക്കാൻ മനസ്സിലാവും എന്ന് പറഞ്ഞ് മാതാപിതാക്കളെ നമുക്ക് കളയാൻ പറ്റില്ല. അപ്പോൾ അത് ഒരു നമ്മളിപ്പോ അവരുടെ മുമ്പേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ അത് പറഞ്ഞു തീർക്കണം. എന്നിട്ട് അവരെന്തെങ്കിലും ഇപ്പൊ നമ്മളെ കുറിച്ച് ഒരാൾ കുറ്റം പറയുമ്പോൾ എന്ത് ചെയ്യണം, അതായത് നമ്മൾ അതിലെന്തെങ്കിലും ശരിയുണ്ടോ എന്ന് നോക്കണമല്ലോ. അല്ലെങ്കിൽ അവരുടെ അടുത്ത് ചോദിക്കണം, എടി ഇങ്ങനെ അമ്മ ഇങ്ങനെ പറഞ്ഞു എന്താണെന്നുള്ളത് ഓപ്പണായിട്ട് ചോദിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അമ്മ അല്ലെങ്കിൽ അപ്പൻ ഒരു കാര്യം പറഞ്ഞിട്ട് നമ്മുടെ മനസ്സിൽ വെച്ചിട്ട് അത് അവർ പറഞ്ഞതാണ് ശരിയെന്ന് ഉൾക്കൊണ്ടിട്ട് നമ്മുടെ മനസ്സിൽ വെച്ചിട്ട് ആ രീതിക്ക് ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഫാമിലിയിലെ ആ സ്നേഹം കിട്ടത്തില്ല. അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫിനുള്ള സ്നേഹം അവിടെ നിലനിൽക്കത്തില്ല. കാരണം മനസ്സിൽ വേറൊന്ന് കിടക്കുകയാണ്. പക്ഷെ അതിന് പകരം ഇപ്പോൾ അമ്മയിലും അപ്പനാലും പറയുന്നത് നമ്മൾ ഓപ്പണായിട്ട് പറയണം. കാരണം ഈ അമ്മയും അപ്പനും ഇപ്പൊ കുറച്ചു കാലം കഴിയുമ്പോൾ നമ്മളെ വിട്ടു കഴിഞ്ഞു. പക്ഷെ അവസാനം വരെ ജീവിക്കേണ്ട ആരാണ്? നമ്മളല്ലേ ജീവിക്കേണ്ടത്. ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് മരണം വരെ ജീവിക്കേണ്ട അവരാണ്. നമ്മുടെ കൂടെ മക്കളും കാണത്തില്ല, അപ്പനും കാണത്തില്ല, അമ്മയും കാണത്തില്ല, സഹോദരങ്ങൾ കാണത്തില്ല, ആരും കാണത്തില്ല. അവരെല്ലാരും വേണം. അവരെല്ലാരും നമുക്ക് വേണമെന്നാണ്. അവരോടൊപ്പം ഉള്ള ലൈഫും വേണം, അവരോടൊപ്പം എൻജോയ്മെന്റ് വേണം, എല്ലാം വേണം. പക്ഷേ ഇവരെല്ലാവർക്കും ഉപരിയാണ് ഇതൊക്കെ എല്ലാത്തിനും മേലെയാണ് ആര്? ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് പറഞ്ഞത്. അപ്പോൾ അതൊരിക്കലും തകരാതിരിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് കാര്യം പുറത്തുനിന്ന് ആര് പറഞ്ഞാലും, അപ്പം പറഞ്ഞാലും അമ്മ പറഞ്ഞാലും മക്കൾ പറഞ്ഞാലും സഹോദരങ്ങൾ പറഞ്ഞാലും അത് ഓപ്പണായിട്ട് പറയേണ്ട ഒരു മനസ്ഥിതി ഉണ്ടാവും. അല്ലാണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് കേട്ടിട്ട് അത് വെച്ചിട്ട് ഫാമിലി ലൈഫിൽ പരസ്പരം ഹസ്ബൻഡ് വൈഫ് അടി വെച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം ഇവർ ആരും അവസാനം വരെ കാണത്തില്ല. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു തരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷെയർ ചെയ്യണം, പിന്നെ നല്ലൊരു ഗുഡ് ലിസണർ ആവണം. അപ്പം നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ പിന്നെ വേറൊരു അഡ്വൈസ് കൂടെ തരാം. നമുക്ക് ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായി, അപ്പം നമുക്ക് അതിൻ്റെ ഒരു ഇത് ചെയ്യാൻ വേണ്ടി പറ്റില്ലെങ്കിൽ ഒരു ഫാമിലി കൗൺസിലിങ്ങോ അല്ലെങ്കിൽ നമ്മൾ പേഴ്സണൽ കൗൺസിലിങ്ങിനോ പോകുന്നതും കൂടെ നല്ലതായിരിക്കും ഇല്ലേ? കാരണം നമ്മൾ നോക്കുമ്പോൾ എപ്പോഴും നമ്മളാണ് റൈറ്റില്ലേ. ഇപ്പം ഞാനൊരു കാര്യം പറയുമ്പോൾ നമ്മുടെ ആർഗ്യുമെന്റ് കൂടുതലുണ്ടാകും. അതായത് ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ആർഗ്യുമെന്റ് കൂടും. ഞാൻ പറയണതാണ് ശരിയെന്ന് പറയാൻ വേണ്ടി നമ്മൾ മാക്സിമം ഇത് ചെയ്യും. അതിപ്പോ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ, അതായത് അവർ തമ്മിലുള്ള പ്രശ്നം ഈ മറ്റൊരാൾ പറഞ്ഞ് ഇന്നതാണെന്ന് പറഞ്ഞ് ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അവർക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരും. ആ സമയത്തും വീട്ടുകാരെ ഒരിക്കലും വിളിക്കരുത്. അതായത് നമ്മൾ കൗൺസിലിംഗ് സെന്റർ ഉണ്ട്, അല്ലെങ്കിൽ വേറെ ഇന്നത്തെ സാഹചര്യത്തിൽ ഗവൺമെന്റിന് ഒരുപാട് സിസ്റ്റം ഉണ്ട്. പക്ഷേ ഈ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ, അല്ലെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അവർ തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂ ആയിട്ട്, അല്ലെങ്കിൽ വലിയ ഇഷ്യൂ അല്ല ചെറിയ ഇഷ്യൂ ആയിരിക്കും, അതിനെ ഭയങ്കരമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന വേറെ വലിയ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്ന അവരുടെ ഫാമിലിയാണ്. ഫാമിലി മീൻസ് അവരുടെ ഫാമിലിയിലുള്ള ബാക്കി മെമ്പേഴ്സ്. കാരണം അവർക്കറിയത്തില്ല എന്താണെന്ന്. അവർ ചുമ്മാ ഇങ്ങനെ, അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സ് ഇതിനെ ഇങ്ങനെ പറഞ്ഞ് വലിയൊരു സംഭവം. അതിനേക്കാളും ഒരിക്കലും അവരുടെ കേൾക്കണം ഇല്ലെന്നില്ല. പക്ഷെ നമ്മുടെ കയ്യിൽ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ചെയ്യേണ്ടത് വേറെ, അതായത് ഫാമിലി കൗൺസിലിംഗ് ഇഷ്ടം പോലെ ഉണ്ട്. ഗവൺമെന്റിന്റെ സെക്ടറിൽ തന്നെ ഫ്രീ ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ എവിടെയെങ്കിലും, അല്ലെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ധ്യാനം കൂടാൻ പോലും കുഴപ്പമില്ല. അല്ലാണ്ട് ആരെങ്കിലും പറയുന്നതായിട്ട് പരസ്പരം അടി വെച്ച് കഴിഞ്ഞാൽ അവരുടെ ലൈഫ് തീരും. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം പിന്നെ അത്രേ ഉള്ളൂ. നമ്മൾ ഈ പറഞ്ഞ ഫാമിലി ഇഷ്യൂ ആണ്, അതായത് ഫാമിലി പ്രോബ്ലംസ് ആണ് സൂയിസൈഡ്. അപ്പം 2-3 പല കാര്യങ്ങളുണ്ടാവും. ഈ പറഞ്ഞ പോലെ ഹസ്ബൻഡ് ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നവരുടെ ഇത്, അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോഴേക്കും നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് മെന്റൽ സപ്പോർട്ട് വേണമെന്നുള്ള സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് എവിടെയാണോ കൗൺസിലിംഗ് സെന്റർ, അല്ലെങ്കിൽ ഈ എല്ലാ പ്രോബ്ലം കൗൺസിലിംഗ് സെന്ററിൽ പോയാൽ മാറുമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ എന്നാലും നമുക്കൊരു, അതായത് നമുക്ക് നമ്മൾ തന്നെ മൈൻഡ് ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് ഇഷ്ടമല്ല, അതായത് നമ്മൾ ഒരിടത്ത് സേഫ് അല്ല, നമ്മൾ ഓക്കെ അല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുക തന്നെ ചെയ്യാം. അല്ലാണ്ട് നമ്മൾ അവിടെ കഷ്ടപ്പെട്ട് നമ്മൾ നിൽക്കേണ്ട കാര്യമില്ല. ഈ ലോകത്ത് നമ്മളെ തന്നെ ഹാപ്പിയാക്കാൻ ശ്രമിക്കുക. നമ്മൾ ആദ്യം ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത് നമ്മളെ തന്നെയാണ്. അപ്പം നമ്മുടെ ജീവിതം കളഞ്ഞിട്ടല്ല മറ്റുള്ളവരെ സന്തോഷിപ്പിക്കേണ്ടത്. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്ന ഇപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരിടത്ത് ഓക്കെ അല്ല, അവിടെ നിന്ന് നമുക്ക് പറ്റുന്നില്ല, മറ്റുള്ളവർ എന്ത് പറയും, അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വരാനാണ് നോക്കേണ്ടത്. അതായത് അത് കഴിഞ്ഞിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് അത് കഴിഞ്ഞ് സോൾവ് ചെയ്യാവുന്നേ ഉള്ളൂ. അല്ലാണ്ട് ഈ നാട്ടുകാരെന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിച്ച് നമ്മുടെ വീട്ടുകാർക്ക് ഒരു നാണക്കേടാവണ്ടെന്ന് ഓർത്ത് നമ്മൾ സ്വയം ജീവിതം നശിപ്പിക്കേണ്ട കാര്യമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഫാമിലിയിലെ വേറൊരു പ്രോബ്ലംസിനെ കുറിച്ചാണ് നമ്മൾ പിന്നീട് ഇപ്പം പറഞ്ഞതിൻ്റെ കാര്യം. ആ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് നമ്മൾ ഓക്കെ അല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് മൂവ് ഓൺ ചെയ്യാം. പക്ഷെ നമ്മൾ അവിടെ സംസാരിക്കാനുള്ള സിറ്റുവേഷൻ ഉണ്ടാകുക, അതായത് നമ്മൾ എപ്പോഴും ഒരു ഫാമിലിയിൽ ഒരു ടൈം ഉണ്ടാക്കുക തന്നെ ചെയ്യുക. എപ്പോഴും എന്ത് പ്രശ്നം വന്നാലും ഫസ്റ്റ് സംസാരിക്കേണ്ട ഹസ്ബൻഡിന്റെ വൈഫാണ് സംസാരിക്കേണ്ടത്. അവർ സംസാരിച്ച് അവർ ഒരു 99% ഓക്കെ ആവും. അതിനാണ് ഈ ടൈം, ഫാമിലി ടൈം എന്നുള്ളത്. അതായത്
ഇപ്പൊ നമ്മൾക്ക് ലാസ്റ്റ് പറയാനുള്ള ഫാമിലി ടൈം, അതാണ് ഏറ്റവും വലിയ. അതായത് നമ്മൾ ഇപ്പം മിക്കവരും തന്നെ കല്യാണം, ഞാൻ ഒരു ജനറലി പറഞ്ഞാണ്, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ഫ്രണ്ട്സിൻ്റെ കൂടെ പോകും. പക്ഷെ ഈ വീട്ടിലിരിക്കുന്ന ആള് ഇയാൾക്ക് വേണ്ടിയിട്ടാണ് നോക്കിയിരിക്കുന്ന, അവർക്കൊരു ടൈം, അവർക്കൊരു വില കൊടുക്കാതിരുന്ന് നമ്മുടെ സ്വന്തം സന്തോഷങ്ങളുടെ പുറകെ പോകുമ്പം വീട്ടിലിരിക്കുന്ന ആൾക്കാരെ നോക്കാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴേക്കും ആ പെൺകുട്ടിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. ചിലപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ മൂന്നാമതൊരാൾ എൻ്റർ ചെയ്യും. അവിടെ നമ്മളാണ് അവിടെ അവസരം ഉണ്ടാക്കി കൊടുത്തത്. അതായത് അവരെ കേൾക്കാനും അവരെ കാണാനും നോക്കേണ്ട സമയത്ത് നമ്മൾ നോക്കാതിരിക്കുമ്പോൾ മൂന്നാമതൊരാൾ വന്നു തന്നെ ഇരിക്കും. അപ്പോൾ ആ സിറ്റുവേഷൻ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കേണ്ട സമയം കൊടുക്കുക തന്നെ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഫാമിലി ഇഷ്യൂസ് കുറച്ച് കുറയ്ക്കാം. അതുപോലെ തന്നെ കുറയ്ക്കുകയും ചെയ്യാം. ഇതുപോലെ സൂയിസൈഡ് അറ്റംപ്റ്റ്സ് ഒന്നും ഉണ്ടാകത്തില്ല, മനസ്സ് കൈവിട്ട് പോകത്തില്ല. അതിനെല്ലാത്തിനും ഈ പറഞ്ഞ പോലെ നമ്മൾ എന്ത് ചെയ്യണം, ഫാമിലി ടൈം കൊടുക്കണം. അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രധാന കാര്യം, ഫാമിലി ടൈമാണ്. ഫാമിലി ടൈം കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഒരു 99. പണ്ടൊക്കെ ജോയിന്റ് ഫാമിലിയാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരുമിച്ചായിരിക്കും ഫുഡ് കഴിക്കുന്നത്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ ഫാമിലിയാണ് ഒരു 99%. അപ്പം ന്യൂക്ലിയർ ഫാമിലിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡ് ഇപ്പം ഈ IT മേഖലയിലൊക്കെ വർക്ക് ചെയ്യണതെന്ന് വെച്ചാൽ രാവിലെ മോർണിംഗ് ഷിഫ്റ്റ്, ഒരാൾ നൈറ്റ് ഷിഫ്റ്റ് വേറെയുള്ളൂ. അപ്പോൾ രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്ന ടൈം കുറവായിരിക്കും. പക്ഷെ അപ്പോഴും ഈ പറയുന്ന യാത്രകൾ, നമ്മുടെ ഒരു വീക്കെൻഡൊക്കെ വരുമ്പോൾ നമ്മൾ അതിനൊക്കെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യാം. നമ്മൾ ഫ്രണ്ട്സിൻ്റെ, അതായത് നമ്മൾ വീക്കെൻഡ് ആകുമ്പോൾ ഫ്രണ്ട്സിനോട് പോകാതെ ഫാമിലിക്ക് ടൈം കൊടുക്കുക. ഇപ്പം ഇത് ഡ്രിങ്ക് ആൻഡ് സ്പെൻസ് ആണെങ്കിൽ പോലും പുറത്തോട്ട് പോയി, അതായത് നമ്മളെ മാത്രം സന്തോഷിപ്പിക്കാതെ കൂടെ ഉള്ള ആളെയും കൂടെ സന്തോഷിപ്പിക്കാൻ നോക്കുക. അതാണ് ഏറ്റവും. ടീനേജറിൽ നമ്മളിപ്പോ ഫ്രണ്ട്സിനോട് എല്ലാം അടിച്ചു പൊളിച്ച് കഴിഞ്ഞിട്ടല്ലേ, നമ്മളൊരു ടീനേജർ കഴിഞ്ഞിട്ടല്ലേ വിവാഹബന്ധത്തിലോട്ട് വരണം. അപ്പോൾ മാക്സിമം ഈ പറഞ്ഞതുപോലെ പുറത്തോട്ട് പോകാതിരിക്കുക. ഫ്രണ്ട്സ് വേണ്ടെന്നല്ല, വേണം, പക്ഷെ എങ്കിലും ഫാമിലിക്കാണ് ഏറ്റവും വലിയ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഫാമിലിക്ക് പ്രാധാന്യം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിന്റെ വഴിയെ മാത്രം പോയി കഴിഞ്ഞാൽ പിന്നെ അത് ഈ പറഞ്ഞ പോലെ അവസാനം പ്രശ്നങ്ങളിലോട്ട് പോകും. അതുകൊണ്ട് ഫാമിലിക്കാണ് ഏറ്റവും, അതായത് ഒരാളെ കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഫാമിലിക്ക് ടൈം കൊടുക്കുക. അത് ആണായാലും പെണ്ണായാലും ശരിയാണ്. ഫാമിലിക്ക് ടൈം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവരില്ലെങ്കിൽ അവർ വിവാഹം കഴിക്കാതിരിക്കുക, അല്ലേ? കല്യാണം കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ, ഫ്രണ്ട്സിനോട് പോകാം, എന്തുവേണമെങ്കിലും അവരോട് ഇഷ്ടമുള്ള പോലെ ജീവിക്കാം. പക്ഷെ ഈ കല്യാണം കഴിഞ്ഞ്, അതായത് നമ്മളൊരു ഫാമിലി, ഒരു കുടുംബം എന്നുള്ള രീതിക്ക് ആകുമ്പോൾ അമ്മ, അപ്പൻ, മക്കള്, ആ ഒരു നമ്മുടെ കൾച്ചർ, അതായത് കേരളത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ കൾച്ചർ വെച്ച് നോക്കുമ്പോൾ നല്ല രീതിക്ക് ജീവിക്കാൻ പറ്റണമെങ്കിൽ മാത്രം കല്യാണം കഴിച്ചാൽ മതി. അതുപോലെ തന്നെ ഫാമിലിക്ക് ടൈം കൊടുക്കുകയും കൂടെ ചെയ്ത് കഴിഞ്ഞ് ആ ഫാമിലി നല്ല സെറ്റ് ആയി. എത്രയോ നല്ല ഫാമിലി, ഇപ്പോൾ യൂട്യൂബേഴ്സ് ആയാലും ബ്ലോഗേഴ്സ് ആയാലും നമ്മൾ ഒത്തിരി ഫാമിലീസ് കാണുന്നുണ്ട്. അവരെല്ലാം നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണെന്നുള്ളത് അവർക്ക് ആ ടൈം കൊടുക്കുന്നുണ്ട്. ആ ടൈം ഇല്ലാത്തത് കൊണ്ടാണ് പ്രശ്നം വരുന്നത്. പലരും വഴിക്ക് പോകുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യണം, ഫാമിലിക്ക് ടൈം കൊടുക്കുക, നല്ല രീതിക്ക് ജീവിക്കുക, അല്ലേ? എന്തെങ്കിലും അധികം പറയണ്ടേ? ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മുടെ വീഡിയോസ് എല്ലാം കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ ചിലപ്പോൾ നമ്മൾ പറയുന്നത് അവതരിപ്പിക്കുന്ന ഈ പോരായ്മകളൊക്കെ കാണും, അതിന് നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി, നമ്മളത് അതനുസരിച്ച് ചെയ്തോളാം. അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.